നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. താളമേള ഗജസംഗമത്തിന്റെ ആവേശാരവത്തിൽ ആലുവായ് ചിറവരമ്പത്ത് കൗപൂരം. പൂരപ്രേമികളുടെ കണ്ണും മനസ്സും നിറച്ച കൂട്ടിയെഴുന്നള്ളിപ്പിൽ തലയെടുപ്പുള്ള 46 ഗജവീരന്മാർ അണിനിരന്നു. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിലെ 11ാം വാർഡിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് തിങ്കളാഴ്ച. മാന്തോപ്പ് വാർഡിനെ പ്രതിനിധീകരിച്ചിരുന്ന CPIM അംഗവും വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സണുമായ ബിന്ദുമോൾ രാജിവെച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ്. പ്രതീക്ഷയോടെ രാഷ്ട്രീയ പാർട്ടികൾ. തൃത്താല സെന്ററിൽ കാറും ബസ്സും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 1 വയസ്സുകാരന് ദാരുണാന്ത്യം. 7 പേർക്ക് പരിക്കേറ്റു. കാറിൽ യാത്ര ചെയ്യുകയായിരുന്ന കുടുംബത്തിലെ 1 വയസ്സുള്ള ഐസിനാണ് മരിച്ചത്. അപകട കാരണം കാർ ഡ്രൈവർ ഉറങ്ങിയതാണെന്ന് സൂചന. ചൊവ്വന്നൂർ പഞ്ചായത്ത് പഴുന്നാന ഐനൂർകുന്നിലെ മണ്ണെടുപ്പിനെതിരെ പ്രക്ഷോഭം ശക്തമാകുന്നു. കുന്നു സംരക്ഷണ സമിതി പ്രതിഷേധ റാലി നടത്തി. വിശദമായ വാർത്തയിലേക്ക്. താളമേള ഗജസംഗമത്തിന്റെ ആവേശാരവത്തിൽ ആലുവായ് ചിറവരമ്പത്ത് കൗപൂരം. പൂരപ്രേമികളുടെ കണ്ണും മനസ്സും നിറച്ച കൂട്ടിയെഴുന്നള്ളിപ്പിൽ തലയെടുപ്പുള്ള 46 ഗജവീരന്മാർ അണിനിരന്നു. അമ്പത്തിമൂന്ന് ദേശങ്ങൾക്ക് അധിപയായ ആലുവായ് ചിറവരമ്പത്തുകാവ് ഭഗവതിയുടെ ക്ഷേത്രത്തിലെ പൂരാഘോഷത്തിന്റെ ഭാഗമായി ഞായറാഴ്ച പുലർച്ചെ 5-ന് ക്ഷേത്രം തന്ത്രി കക്കാട് വാസുദേവൻ നമ്പൂതിരിയുടെ പ്രധാന കാർമ്മികത്വത്തിൽ നട തുറക്കൽ, നിർമ്മാല്യ ദർശനം, അഭിഷേകം, മലർനിവേദ്യം എന്നിവയും വിശേഷാൽ പൂജകൾ എന്നിവയ്ക്ക് ശേഷം രാവിലെ 10:30 മുതൽ നടപ്പറവെപ്പും നടന്നു. 2:30-ന് ദേവസ്വം പൂരം എഴുന്നള്ളിച്ചു. കൊമ്പൻ പട്ടാമ്പി മണികണ്ഠൻ ദേവിയുടെ തിടമ്പേറ്റി. മേളപ്രമാണി വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ നേതൃത്വത്തിൽ 101 പേർ അണിനിരക്കുന്ന നടപ്പുരമേളം അകമ്പടിയായി. 4 മണിയോടെ 42ഓളം പ്രാദേശിക പൂരാഘോഷങ്ങൾ ക്ഷേത്രത്തിലെത്തി തുടങ്ങി. 5:45 മുതൽ നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ കേരളത്തിലെ പേരുകേട്ട 50 ഗജവീരന്മാർ അണിനിരന്നു. തൃക്കടവൂർ ശിവരാജു, പുതുപ്പള്ളി കേശവൻ, ചിറക്കൽ കാളിദാസൻ, ഊട്ടോളി അനന്തൻ, ഗുരുവായൂർ നന്ദൻ, തിരുവമ്പാടി ചന്ദ്രശേഖരൻ, പാമ്പാടി രാജൻ തുടങ്ങിയ കൊമ്പന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിന്റെ അഴകായി. പരമ്പരാഗത ആചാരവേല വരവോടെ പകൽപൂരം സമാപിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് 5:30 മുതൽ 25ഓളം പ്രാദേശിക വേലയാഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള കാവടി, തകിൽ, നാദസ്വരം, തിറ, പൂതം, കാളി, കരിങ്കാളി, തെയ്യം തുടങ്ങിയ നാടൻ കലാരൂപങ്ങൾ ക്ഷേത്രത്തിലെത്തി 9 മണിയോടെ അവസാനിക്കും. 10 മണിക്ക് നടക്കുന്ന വടക്കൻ വാതിൽക്കൽ ഗുരുതിയോടെ ഈ വർഷത്തെ പൂരം വേലയാഘോഷങ്ങൾക്ക് സമാപനമാകും. പൂരാഘോഷത്തിന് ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് KG ഗിരീഷ്, സെക്രട്ടറി PK രാധാകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് ഷൈജു ബീറ്റ്, ജോയിന്റ് സെക്രട്ടറി EV അനിൽകുമാർ, മറ്റു കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃത്താല സെന്ററിൽ കാറും ബസ്സും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 1 വയസ്സുകാരന് ദാരുണാന്ത്യം. 7 പേർക്ക് പരിക്കേറ്റു. കാറിൽ യാത്ര ചെയ്യുകയായിരുന്ന കുടുംബത്തിലെ 1 വയസ്സുള്ള ഐസിനാണ് മരിച്ചത്. ഞായറാഴ്ച പുലർച്ചെ 6:45ഓടെ തൃത്താല CCTV ന്യൂസ് ബ്യൂറോ ഓഫീസിന് സമീപത്തായിരുന്നു അപകടം. കോഴിക്കോട് എയർപോർട്ടിൽ നിന്നും പട്ടാമ്പിയിലേക്ക് പോകുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. പട്ടാമ്പിയിൽ നിന്നും കുറ്റിപ്പുറത്തേക്ക് പോകുകയായിരുന്ന ബസ്സിലേക്ക് കാർ ഇടിച്ചു കയറുകയായിരുന്നു. കാർ ഡ്രൈവർ ഉറങ്ങിയതാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം. പട്ടാമ്പി സ്വദേശി ഹനീഫയും കുടുംബവുമാണ് കാറിലുണ്ടായിരുന്നത്. 5 മുതിർന്നവരും 2 കുട്ടികളും ഉൾപ്പെടെയുള്ളവർക്കാണ് പരിക്കേറ്റത്. ഇതിൽ 3 പേരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും മറ്റുള്ളവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തി പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിലെ 11ാം വാർഡിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് തിങ്കളാഴ്ച നടക്കും. മാന്തോപ്പ് വാർഡിനെ പ്രതിനിധീകരിച്ചിരുന്ന CPIM അംഗവും വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സണുമായ ബിന്ദുമോൾ രാജിവെച്ചതിനെ തുടർന്ന് ഭരണസമിതിയിലുണ്ടായ ഒഴിവ് നികത്തുന്നതിന്റെ ഭാഗമായാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 13-അംഗ ഭരണസമിതിയിൽ CPIM 5, കോൺഗ്രസ് 3, BJP 3, SDPI 2 എന്നിങ്ങനെയാണ് കക്ഷിനില. നിലവിൽ CPIMന്റെ സിറ്റിംഗ് വാർഡായ മാന്തോപ്പ് നിലനിർത്താൻ ഷഹർബാനയാണ് രംഗത്തിറക്കിയിട്ടുള്ളത്. UDFനായി സിജി ഗീവറും BJPക്കായി ബിനിത ഷിബിയുമാണ് പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്നത്. 1 മാസത്തോളം നീണ്ട ആവേശകരമായ പ്രചരണത്തിനൊടുവിലാണ് വാർഡിലെ ജനങ്ങൾ തിങ്കളാഴ്ച വിധിയെഴുത്ത് നടത്തുന്നത്.
2020 നടന്ന തെരഞ്ഞെടുപ്പിൽ 173 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് CPIM സ്ഥാനാർത്ഥിയായിരുന്ന ബിന്ദുമോൾ വിജയിച്ചത്. ICDS ഓഫീസറായി ജോലി ലഭിച്ചതിനെ തുടർന്ന് മാസങ്ങൾക്ക് മുമ്പ് ബിന്ദുമോൾ രാജിവെക്കുകയായിരുന്നു. തുടർന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ഷൻ പ്രഖ്യാപിച്ചത്. 3 സ്ഥാനാർത്ഥികൾക്കായും ജില്ലാതലത്തിലുള്ള പ്രധാന നേതാക്കൾ വാർഡിൽ നേരിട്ടെത്തി പ്രചരണ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെട്ടിരുന്നു. 1123 വോട്ടുകളാണ് വാർഡിൽ ആകെയുള്ളത്. ഇതിൽ 950ഓളം വോട്ടുകൾ പോൾ ചെയ്യാനുള്ള സാധ്യതയാണുള്ളത്. തിങ്കളാഴ്ച രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. പയ്യൂർ ALP സ്കൂളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ തലപ്പള്ളി താലൂക്ക് ലാൻഡ് അക്വിസിഷൻ തഹസിൽദാർ സന്തോഷ് വരണാധികാരിയാകും. തൃശൂർ കുടുംബശ്രീ ജില്ലാ മിഷന്റെയും നബാർഡിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ തീരദേശ മേഖലയിലെ അയൽക്കൂട്ടങ്ങളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ചാവക്കാട് നടക്കുന്ന തീരദേശ സംഗമത്തിന്റെ ഭാഗമായി തൊഴിൽ മേള സംഘടിപ്പിച്ചു. ബ്രീസ് ആൻഡ് ബീറ്റ്സ് ബ്ലോക്ക് തല തൊഴിൽ മേള ചാവക്കാട് നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണിതവെ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീയുടെ സൗജന്യ നൈപുണ്യ പരിശീലന തൊഴിൽദാന പദ്ധതിയുടെ ഭാഗമായി നടത്തിയ മേളയിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള 22 തൊഴിൽദാതാക്കൾ പങ്കെടുത്തു. 300ഓളം പേർ കൂടിക്കാഴ്ചയ്ക്കായി എത്തി. ചടങ്ങിന് കുടുംബശ്രീ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ SC നിർമ്മൽ സ്വാഗതവും ജില്ലാ പ്രോഗ്രാം മാനേജർ AK വിനീത നന്ദിയും പറഞ്ഞു. പാതിവില തട്ടിപ്പിന്റെ ഉൽപ്പന്നമാണ് സുരേഷ് ഗോപിയെന്ന് AICC മെമ്പർ അനിൽ അക്കര. തട്ടിപ്പിലെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ സായാഹ്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJP നേതാവ് AN രാധാകൃഷ്ണൻ നേതൃത്വം നൽകിയ പാതിവില തട്ടിപ്പിൽ CPM മണലൂർ ഏരിയ കമ്മിറ്റിയുടെ അതിർത്തിയിൽ നിന്നും 2 CPM പ്രമുഖർ ഉൾപ്പെട്ട വാർത്തയുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ അന്വേഷിച്ചാൽ സത്യം പുറത്തുവരില്ലെന്ന് അനിൽ അക്കര പറഞ്ഞു. സ്വർണ്ണക്കടത്തും കുഴൽപ്പണക്കേസും പോലെ ഈ തട്ടിപ്പും ഒത്തുതീർപ്പിൽ പോകും. സർക്കാരിനെ മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ആത്മാർത്ഥമായി ആഗ്രഹമുണ്ടെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കാൻ ധൈര്യമുണ്ടോ എന്നും അനിൽ അക്കര ചോദിച്ചു. ബാങ്കിൽ പോയി 15 ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയ റജിയെ എത്ര സമയം വേണ്ടി വന്നു ഈ പോലീസിന് പിടിക്കാൻ? ചാലക്കുടി എത്ര സമയം വേണ്ടി വന്നു ഈ പോലീസിന് പിടിക്കാൻ? ഒരു 48 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും റജിയെ ആരാണ് മനസ്സിലായി. റജി ഇട്ടിരുന്ന ഷൂ ഏതാണെന്ന് മനസ്സിലായി അല്ലേ? ഷൂ ഏതാണെന്ന് മനസ്സിലായി. 15 ലക്ഷം രൂപ ബാങ്കിൽ കയറി മോഷണം നടത്തിയ റജി ഇട്ട ഷൂവും റജി ഓടിച്ച വണ്ടിയും ആ ഹെൽമറ്റും ഏതാണ് തിരിച്ചറിയാൻ കഴിഞ്ഞ പോലീസാണ് 150 കോടി രൂപയും 1500 കോടി രൂപയും 3000 കോടി രൂപയുടെ തട്ടിപ്പ് നടന്ന ആളുകളെ മനസ്സിലാക്കാൻ കഴിയാതിരിക്കുന്നത്. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷനായി. KPCC സെക്രട്ടറി CC ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. DCC സെക്രട്ടറിമാരായ PK രാജൻ, KB ജയറാം, VG അശോകൻ, CM നൌഷാദ്, സിജു പാവർട്ടി, മണലൂർ ബ്ലോക്ക് പ്രസിഡന്റ് KS ദീപൻ, പാവർട്ടി ബ്ലോക്ക് മുൻ പ്രസിഡന്റ് AT സ്റ്റീഫൻ മാസ്റ്റർ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി റൂബി ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ഷാജു തരകൻ, BV ജോയ്, പ്രസാദ് വാഗ, ആന്റോലി ജോ, MV അരുൺ, PP സ്റ്റീഫൻ, PB ഗിരീഷ് എന്നിവർ നേതൃത്വം നൽകി. കടവല്ലൂരിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരന് ഗുരുതര പരിക്ക്. കടവല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് കടവല്ലൂർ വടക്കുമുറി വെള്ളത്തിൽ മുഹമ്മദ് ഹനീഫയ്ക്കാണ് പരിക്കേറ്റത്. സർവീസ് സഹകരണ ബാങ്കിന് മുന്നിൽ ഞായറാഴ്ച രാവിലെ 6 മണിയോടെയാണ് അപകടം. കോഴിക്കോട് ഭാഗത്തു നിന്നും വന്നിരുന്ന കാർ സഹകരണ ബാങ്കിലേക്ക് പാലുമായി വരികയായിരുന്ന ഹനീഫയുടെ സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ ഇദ്ദേഹത്തെ നാട്ടുകാർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഇരു വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. കുന്നംകുളം പോലീസും അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. പ്രവാസി വ്യവസായി ചെയർമാനായ കറുകപ്പുത്തൂർ വൈറ്റ് ഹൌസ് സ്കൂളിൽ കയറി അക്രമം നടത്തിയ സംഭവം. മധുപുള്ളി ഹൈദർബാവ് ഉൾപ്പെടെ 4 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. സ്കൂളിൽ കയറി അക്രമം നടത്തിയതിനു പുറമെ കമ്പ്യൂട്ടറുകൾ ഉൾപ്പെടെയുള്ള വിലപിടിപ്പുള്ള വസ്തുക്കളും വിദ്യാർത്ഥികളുടെ വ്യക്തിഗത രേഖകളും സ്കൂളിന്റെ ഔദ്യോഗിക രേഖകളും പിടിച്ചെടുക്കുകയും നശിപ്പിക്കുകയും ചെയ്ത സംഭവത്തിലാണ് പട്ടാമ്പി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് പ്രകാരം ജാമ്യമില്ലാ വകുപ്പുകൾ ഉൾപ്പെടുത്തി ചാലിശ്ശേരി പോലീസ് കേസെടുത്തത്. പട്ടാമ്പി കേന്ദ്രീകരിച്ചുള്ള ഭൂമാഫിയ നിയന്ത്രണം കൈയാളുന്ന ഹൈദർബാവ സ്കൂൾ കൈക്കലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അക്രമം നടത്തിയത് എന്നാണ് പരാതി. സ്കൂൾ ഓഫീസിൽ കയറി മാനേജരെയും മറ്റ് ജീവനക്കാരെയും ഭീഷണിപ്പെടുത്തി കൂട്ടം ചേർന്ന് മർദ്ദിച്ചതായും വിലപിടിപ്പുള്ള കമ്പ്യൂട്ടറുകൾ എടുത്തുകൊണ്ടുപോയതായും പരാതിയുണ്ട്.
ഇത്തരം സംഭവം ഗൌരവതരമായി കാണുന്നുവെന്ന് സൂചിപ്പിച്ചാണ് കോടതി കേസെടുക്കാൻ നിർദ്ദേശം നൽകിയത്. സ്കൂളും വസ്തുക്കളും കൈയടക്കുകയെന്ന ലക്ഷ്യത്തോടെ കുറച്ചുനാളുകളായി സ്കൂളിനെതിരെയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി വാട്സപ്പുകൾ ഉൾപ്പെടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അപകീർത്തികരമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായും പരാതിയിൽ പറയുന്നു. ഇത് പ്രചരിപ്പിക്കുന്നവരുടെയും ഫോണുകൾ സൈബർ സെൽ വിഭാഗം ഉൾപ്പെടെയുള്ള ഇന്റലിജൻസ് ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ്. എയ്യാലിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച 10ാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ചു. കിഴക്കൂട്ട് സോമൻ ഗീത ദമ്പതികളുടെ മകൾ 15 വയസ്സുള്ള സോയയാണ് മരിച്ചത്. ശനിയാഴ്ച വൈകിട്ട് 6 മണിയോടെ വീടിനുള്ളിൽ ഫാനിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അമ്മ ഗീത വീട്ടിലുണ്ടായിരുന്നു. ഉടൻ തന്നെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചികിത്സയിലിരിക്കെ ഞായറാഴ്ച പുലർച്ചെ മരണം സംഭവിച്ചു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. എരുമപ്പെട്ടി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കാശിനാഥ്, സോന എന്നിവർ സഹോദരങ്ങളാണ്. CCTV മാനേജിംഗ് ഡയറക്ടർ TV ജോൺസന്റെ ഭാര്യ മാതാവ് ഗുരുവായൂർ കൊള്ളന്നൂർ വീട്ടിൽ പരേതനായ ജെയിംസ് ഭാര്യ മേരിയുടെ സംസ്കാരം നടന്നു. വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ശനിയാഴ്ച ഉച്ചയോടെയായിരുന്നു മരണം സംഭവിച്ചത്. 88 വയസ്സായിരുന്നു. ഒല്ലൂർ കണ്ണമ്പുഴ ഉക്രാൻ കുടുംബാംഗമാണ്. റിട്ടയേർഡ് സുബൈദാർ മേജറായിരുന്ന ഭർത്താവ് ജെയിംസ് കഴിഞ്ഞ മാസം 23-നാണ് നിര്യാതനായത്. 1 മാസം തികയാൻ 1 ദിവസം ബാക്കി നിൽക്കെയാണ് സഹധർമ്മിണിയായ മേരിയും യാത്രയായത്. മേരിയുടെ ഭൗതിക ശരീരം ശനിയാഴ്ച വൈകിട്ട് കൂനമുച്ചിയിലുള്ള മകൾ റോസ് ജോൺസന്റെ വസതിയിലെത്തിച്ചു. വിവിധ മേഖലകളിലുള്ളവർ അന്തിമോപചാരം അർപ്പിക്കാനായി എത്തി. CCTVക്ക് വേണ്ടി ചെയർമാൻ KC ജോൺസൺ പുഷ്പചക്രം സമർപ്പിച്ചു. ഡയറക്ടർമാരായ KC ജോസ്, CS സുരേഷ് തുടങ്ങിയവരും അന്ത്യാഞ്ജലി അർപ്പിച്ചു. CCTV സ്റ്റാഫിനു വേണ്ടി മാനേജർ സിൻഡോ ജോസും കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സിനു വേണ്ടി പ്രസിഡന്റ് KP സാക്സനും മൃതദേഹത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചു. ഉച്ചയ്ക്ക് 3 മണിക്ക് വീട്ടിൽ നിന്ന് ആരംഭിച്ച ശുശ്രൂഷകൾക്ക് ശേഷം പാലയൂർ മാർത്തോമ തീർത്ഥകേന്ദ്രം സെമിത്തേരിയിൽ സംസ്കാരം നടന്നു. ലിസി, റോസ്, മെജോര എന്നിവർ മക്കളാണ്. എൽത്തുരുത്ത് സെന്റ് അലോഷ്യസ് കോളേജിലെ റിട്ടയേർഡ് സീനിയർ സൂപ്രണ്ട് ആന്റണി കുറ്റിക്കാട്ട്, കൊച്ചിൻ നേവൽ ബേസ് ഉദ്യോഗസ്ഥനായിരുന്ന ജോൺസൺ ആളൂക്കാരൻ എന്നിവരാണ് മറ്റു മരുമക്കൾ. ലോകമെമ്പാടും സുറിയാനി സഭകൾ അനീതെ ഞായർ ആചരിച്ചു. വിശ്വാസികളായ സകല വാങ്ങിപ്പോയവരുടെയും ഓർമ്മ കഴിക്കുന്ന വലിയ നോമ്പിന് മുൻപുള്ള ഞായറാഴ്ചയാണ് അനീതയായി ആചരിച്ചത്. കുന്നംകുളം പാറയിൽ സെന്റ് ജോർജ് പള്ളിയിൽ നടന്ന ശുശ്രൂഷകളിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. സഹവികാരി ഫാദർ ജോസഫ് ജോസും ശുശ്രൂഷകരും വിശ്വാസികളും ചേർന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ചു. സകല വാങ്ങിപ്പോയവരുടെ ഓർമ്മയും ധൂപാർപ്പണവും നടത്തി. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിലെ വാർഷികാഘോഷം പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് അധ്യക്ഷയായി. സ്കൂൾ പത്രത്തിന്റെ പ്രകാശനം പഞ്ചായത്ത് മെമ്പർ സുധീഷ് പറമ്പിൽ നിർവഹിച്ചു. വിദ്യാർത്ഥികൾക്ക് ലഭിച്ച വിവിധ പുരസ്കാരങ്ങൾ പഞ്ചായത്ത് മെമ്പർമാരായ MK ജോസ്, MC ഐജു, NP അജയൻ എന്നിവർ വിതരണം ചെയ്തു. PTA പ്രസിഡന്റ് PT സുശാന്ത്, SMC ചെയർമാൻ AU മനാഫ്, MPTA പ്രസിഡന്റ് VK ജയലക്ഷ്മി, പ്രധാന അധ്യാപിക KA സുജിനി, സ്റ്റാഫ് പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ചൊവ്വന്നൂർ പഞ്ചായത്ത് പഴുന്നാന അയനൂർ കുന്നിലെ മണ്ണെടുപ്പിനെതിരെ പ്രക്ഷോഭം ശക്തമാകുന്നു. കുന്നു സംരക്ഷണ സമിതി പ്രതിഷേധ റാലി നടത്തി. ജനവാസ മേഖലയിൽ നിന്നും നിയമങ്ങൾ പാലിക്കാതെയുള്ള മണ്ണെടുപ്പ് നിർത്തിവെക്കുക, ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക, പരിസ്ഥിതി നിയമം പാലിക്കാതെ മണ്ണുമാഫിയകൾക്ക് അനുമതി നൽകിയ ജിയോളജി ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുക എന്നീ മുദ്രാവാക്യങ്ങളുമായി നടത്തിയ പ്രതിഷേധ റാലിയിൽ കക്ഷിരാഷ്ട്രീയത്തിനതീതമായി സ്ത്രീകളും കുട്ടികളുമടക്കം 100 കണക്കിന് പേർ പങ്കെടുത്തു. പഴുന്നാന പള്ളി പരിസരത്തു നിന്ന് കുന്നു സംരക്ഷണ സമിതി ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രതിഷേധ റാലി അയനൂർ കുന്നു പരിസരത്ത് സമാപിച്ചു. തുടർന്നു നടന്ന പ്രതിഷേധ യോഗം ചൊവ്വന്നൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുമേഷ് ഉദ്ഘാടനം ചെയ്തു. ഈ കുന്നിനല്ലാതെ വേറെ എത്ര പൊട്ടക്കുന്നുകളുണ്ട്, എത്രയോ പ്രദേശങ്ങളുണ്ട്. ഇടത്തോടെ നമ്മൾ വിരോധമില്ല. ഈ ജനങ്ങൾ താമസിക്കുന്ന, ജനങ്ങൾ അധ്വസിക്കുന്ന, സാധാരണക്കാരായ പട്ടിണി പാവങ്ങളായ ആളുകൾ താമസിക്കുന്ന ഈ കുന്നിനകത്ത് നിന്ന് മണ്ണെടുത്ത് കൊണ്ടുപോയി ആരും പ്രതികരിക്കാൻ ഉണ്ടാവില്ല എന്നായിരിക്കും അവരുടെ ധാരണ. തെറ്റി. ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി, ഈ നാട്ടുകാർ എല്ലാവരും ഒറ്റക്കെട്ടായി ഈ സമരം മുന്നോട്ട് കൊണ്ടുപോയി യാതൊരു തർക്കവുമില്ല. പാരിസ്ഥിതികാഘാതത്തെപ്പറ്റി പഠനം നടത്താതെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അന്വേഷിക്കാതെയും അനുമതി നൽകിയ ജിയോളജി വകുപ്പിനും മണ്ണ് മാഫിയകൾക്കുമെതിരെയുള്ള പ്രതിഷേധത്തിന് പഞ്ചായത്തിന്റെ മുഴുവൻ പിന്തുണയും സുമേഷ് നൽകി. യോഗത്തിൽ അയനൂർ കുന്ന് സംരക്ഷണ സമിതി ചെയർമാൻ ഷഹീദ് അധ്യക്ഷത വഹിച്ചു. സമിതി അംഗങ്ങളായ പത്മിനി ടീച്ചർ, വിൽസൺ പുലിക്കോട്ടിൽ, PC ഷാജി എന്നിവർ സംസാരിച്ചു.
പ്രതിഷേധത്തിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. കടവല്ലൂർ സാന്ത്വനം സഹായ സമിതിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി മോട്ടിവേഷൻ ക്ലാസ് നടത്തി. സംസ്ഥാനതല ശാസ്ത്രോത്സവത്തിൽ സയൻസ് വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ആർ ധീരജ് ഉദ്ഘാടനം നിർവഹിച്ചു. സാന്ത്വനം സഹായ സമിതി പ്രസിഡന്റ് മുഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു. ചാലിശ്ശേരി ഗവൺമെന്റ് സ്കൂൾ പ്രിൻസിപ്പാൾ ഡോക്ടർ സജീന ഷുക്കൂർ, കടവല്ലൂർ ഗവൺമെന്റ് സ്കൂൾ പ്രിൻസിപ്പാൾ വൃന്ദ, കടവല്ലൂർ അൽ ഹയാത്ത് ഇംഗ്ലീഷ് സ്കൂൾ പ്രിൻസിപ്പാൾ സജിത വിശ്വംഭരൻ തുടങ്ങിയവർ സംസാരിച്ചു. ശാസ്ത്രമേള വിജയികളെ ചടങ്ങിൽ അനുമോദിച്ചു. ഇന്റർനാഷണൽ മൈൻഡ് ട്രെയിനറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ഫിലിപ്പ് മമ്പാട് ക്ലാസിന് നേതൃത്വം നൽകി. വടക്കേക്കാട് ഞമനേങ്ങാട് ശ്രീ മഹാദേവ ക്ഷേത്ര സമിതിയുടെ നേതൃത്വത്തിൽ നവീകരണ പ്രതിഷ്ഠ കലശ മഹോത്സവത്തിന്റെ മുന്നോടിയായി നടത്തുന്ന ലക്ഷദ്വീപ സമർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. ഞായറാഴ്ച രാത്രിയിലാണ് പ്രത്യേക പൂജകൾക്ക് ശേഷം ലക്ഷദ്വീപ സമർപ്പണം നടത്തുന്നത്. ഇതിനായി ക്ഷേത്രവും ക്ഷേത്രാങ്കണവും തട്ടുകളായും വർണ്ണമനോഹരാകൃതിയിൽ ചിരാതുകൾ ഒരുക്കുകയും വർണ്ണ ഗ്ലാസുകളിലും തിരി കത്തിക്കുവാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ക്ഷേത്രം ഭാരവാഹികൾ. മാർച്ച് 28 മുതൽ ഏപ്രിൽ 2 വരെയുള്ള ദിവസങ്ങളിലാണ് നവീകരണ കലശവും ഉപദേവ പ്രതിഷ്ഠകളും നടത്തുന്നത്. ക്ഷേത്രത്തിൽ ഞായറാഴ്ച നടന്ന ലക്ഷദ്വീപത്തിന് സമാഹരിക്കുന്ന അധിക തുക നവീകരണ കലശത്തിലേക്കുള്ള നിധിയായി മാറ്റിവെക്കും. ഏപ്രിൽ 2 ബുധനാഴ്ച മീനമാസത്തിലെ രോഹിണി നക്ഷത്രത്തിൽ രാവിലെ 9:05 10:30 ഇടയ്ക്കുള്ള മുഹൂർത്തത്തിൽ മഹാദേവ വിഷ്ണുവിനെയും സ്ഥലം സംബന്ധിയായ ഭദ്രകാളിയെയും സർപ്പക്കാവിന്റെയും പ്രതിഷ്ഠ നടക്കും. അതോടുകൂടി നിലവിലെ ശാസ്താവിനെ പുതിയ ശ്രീകോവിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കും. നവീകരണ കലശത്തിൽ പാതിരാക്കുന്നത്ത് പ്രസാദ് നമ്പൂതിരി, കക്കാട് ദയാനന്ദൻ നമ്പൂതിരി, പുലിയന്നൂർ ശങ്കരനാരായണൻ, പുത്തിലത്ത് മഹേഷ് നമ്പൂതിരി, പൂങ്ങാട്ട് മുരളി നമ്പൂതിരി, തോട്ടം ശിവകരൻ നമ്പൂതിരി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് നവീകരണ കലശം നടക്കുന്നത്. ലക്ഷദ്വീപ സമർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഊരാളനും തന്ത്രിയുമായ മഠത്തിൽ മുണ്ടയൂർ സൂരജ് നമ്പൂതിരി, ക്ഷേത്രം പ്രസിഡന്റ് PV വിജയൻ, സെക്രട്ടറി NR രാജേഷ്, T കൃഷ്ണദാസ് എന്നിവർ പറഞ്ഞു. പണ്ട് നിലനിന്നിരുന്ന ക്ഷേത്രത്തിന്റെ അതേ സ്ഥാനത്ത് ഉള്ള വട്ടശ്രീകോവിലിൻ്റെ അകത്തെ ഗർഭഗൃഹം പണിയെഴുപ്പിക്കേണ്ടായി. കൂടാതെ കണ്ട് ശാസ്താവിൻ്റെ ശ്രീകോവിൽ, ഭദ്രകാളിക്കുള്ള നനഞ്ഞിരിക്കാവുന്ന വിധാനത്തിലുള്ള ശ്രീകോവിൽ, സർപ്പക്കാവ് എന്നിവയുടെ എല്ലാം പണി പൂർത്തീകരിച്ച് ഏപ്രിൽ 2-ാം തീയതി മീനമാസത്തിലെ രോഹിണി നാളിൽ അന്ന് രാവിലെ 9:05 10:10 ഇടയിലുള്ള മുഹൂർത്തത്തിൽ സ്ഥലസംബന്ധിയായിട്ടുള്ള ഭദ്രകാളി, സർപ്പക്കാവ്, ശാസ്താവിനെ പുതിയ ശ്രീകോവിലേക്ക് മാറ്റി പ്രതിഷ്ഠ, അതിനോടൊപ്പം ഈ നാട്ടുകാരുടെ ചിരകാലാഭിലാഷമായിട്ടുള്ള ആ മഹാവിഷ്ണു ക്ഷേത്ര പ്രതിഷ്ഠയും നടക്കുകയാണ്. 750-ൽ പരം വർഷത്തെ പഴക്കമുള്ള ഞമനേങ്ങാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിന് നിലവിൽ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിന് വടക്ക് കിഴക്കുമാറി സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ നമ്പൂതിരി ഇല്ലമായിരുന്നു പള്ളിപ്പുറത്തുമന. ഇല്ലക്കാർ ഈ പ്രദേശത്ത് ഒരു മഹാദേവ സാന്നിധ്യമുണ്ട് എന്ന് തിരിച്ചറിയുകയും പ്രതിഷ്ഠിച്ച് പൂജാതി കർമ്മങ്ങൾ ആചരിക്കുകയുമായിരുന്നു. ക്ഷേത്രത്തിന്റെ ഊരായ്മ നിരവധി ക്ഷേത്രങ്ങളിലെ തന്ത്രിസ്ഥാനവും ഞമനേങ്ങാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ താന്ത്രികാവകാശവും കൂടിയുള്ള മുണ്ടയൂർ പരമ്പരയിലെ കുടുംബമായ പൊന്നാനി താലൂക്കിലെ വയലത്തൂർ ദേശത്തെ വയലത്തൂർ മുണ്ടയൂർ മനയിലേക്ക് വന്നു ചേർന്നു. 2002-ൽ ക്ഷേത്രം ഊരാളന്മാരും നാട്ടുകാരും ചേർന്ന് ട്രസ്റ്റ് രൂപീകരിച്ചാണ് നിലവിൽ കാര്യങ്ങൾ നടത്തിപ്പോരുന്നത്. ഞമനേങ്ങാട് മഹാദേവ ക്ഷേത്രത്തിലെ മഹാവിഷ്ണു ക്ഷേത്ര നവീകരണ കലശത്തിന്റെയും ഉപദേവതാ പ്രതിഷ്ഠയുടെയും മുന്നോടിയായി ആചാര്യ സംഗമ സദസ്സ് നടത്തി. ക്ഷേത്ര നവീകരണ കലശ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അഖില കേരള തന്ത്രി സമാജം മധ്യമേഖലാ ഘടകത്തിന്റെ സഹകരണത്തിൽ നടക്കുന്ന ആചാര്യ സംഗമത്തിൽ ക്ഷേത്രം തന്ത്രി മഠത്തിൽ മുണ്ടയൂർ ദിവാകരൻ നമ്പൂതിരി, അഖില കേരള തന്ത്രി സമാജം മധ്യമേഖലാ പ്രസിഡന്റ് പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാട്, കാണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, മുല്ലമംഗലം നാരായണൻ നമ്പൂതിരി, പൂങ്ങാട് മാധവൻ നമ്പൂതിരി, ആറ്റുപുറം ഹരിദാസ് പണിക്കർ എന്നിവർ വിഷയാവതരണങ്ങളും സംശയ നിവാരണവും നടത്തി. ചടങ്ങിൽ ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് PV വിജയൻ, സെക്രട്ടറി NR രാജേഷ് തുടങ്ങി നവീകരണ കലശ കമ്മിറ്റി ഭാരവാഹികളും പങ്കെടുത്തു. അത്താണി പോപ്പ് പോൾ മേഴ്സി ഹോം വാർഷികാഘോഷം ജില്ലാ സെഷൻസ് ജഡ്ജി TK മിനിമോൾ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ സഹായ മെത്രാൻമാർ ടോണി നീലങ്കാവിൽ അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റ്ലപ്പള്ളി മുഖ്യാതിഥിയായി. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. പോപ്പ് മേഴ്സി ഹോം ഡയറക്ടർ പ്രിൻസിപ്പാളുമായ ഫാദർ ജോൺസൺ അന്തിക്കാട്, നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനൂപ് കിഷോർ, നഗരസഭാ കൗൺസിലർ മധു അമ്പലപുരം, SNDS ജനറൽ സെക്രട്ടറി സിൽവി ചക്കാലക്കൽ, PTA പ്രസിഡന്റ് VC അബ്ദുൾ
അബ്ദുൾ മജീദ്, ഫാദർ പോപ്പോൾ മേഴ്സി ഹോം അസിസ്റ്റന്റ് ഡയറക്ടർ അനീഷ് ചിറ്റിലപ്പള്ളി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. നാലാം ക്ലാസ്സുകാരന്റെ കരവിരുതിൽ സ്കൂളിൽ നിന്നും പിരിഞ്ഞുപോകുന്ന അധ്യാപകന് വീടിന്റെ മാതൃക നിർമ്മിച്ച് സമ്മാനിച്ചു. പാടൂർ വാണിവിലാസം UP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ജാസിമിന്റെ കരവിരുതിലാണ് PM ജാബിർ എന്ന അധ്യാപകന് സ്നേഹഭവനത്തിന്റെ മാതൃക നിർമ്മിച്ച് സമ്മാനിച്ചത്. കാർഡ്ബോർഡ് ഷീറ്റ് കൊണ്ടും പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ടുമാണ് മേൽക്കൂര നിർമ്മിച്ചിട്ടുള്ളത്. കൃത്രിമ പുല്ല് ഉപയോഗിച്ചുകൊണ്ട് മുറ്റം ഭംഗിയാക്കിയിട്ടുണ്ട്. സ്കൂളിന്റെ വാർഷികാഘോഷത്തിന്റെ നോട്ടീസിൽ നിന്ന് ലഭിച്ച മാഷിന്റെ ഫോട്ടോ കൂടി ചേർത്ത് ഒരുക്കിയ വീടിന് ജാസിം ഹൌസ് എന്ന പേരാണ് നൽകിയിട്ടുള്ളത്. പെർമനന്റ് മാർക്കർ പേന ഉപയോഗിച്ചാണ് മുറ്റത്ത് ടൈലുകൾ വേർതിരിച്ചിട്ടുള്ളത്. പ്രധാന കവാടത്തിൽ പടിപ്പുരയും ഗേറ്റും സജ്ജമാക്കിയിട്ടുണ്ട്. വീടിനെ ഭംഗിയാക്കാൻ LED ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുമുണ്ട്. വീടിന്റെ പിൻഭാഗത്ത് ഹെലിപാഡും ഒരുക്കിയിരിക്കുകയാണ് മുഹമ്മദ് ജാസിം. വീടിന്റെ ഇരുവശങ്ങളിലുമായി സ്ഥിതി ചെയ്യുന്ന 2 കാർ പോർച്ചുകളിൽ ഒരേ സമയം 4 കാറുകൾക്ക് പാർക്ക് ചെയ്യാവുന്ന നിലയിലാണ് സജ്ജമാക്കിയിരിക്കുന്നത്. 2 സ്വിമ്മിംഗ് പൂളുകളുടെ മാതൃകയും നിർമ്മിച്ചിട്ടുണ്ട്. ഈ വർഷം സ്കൂളിൽ നിന്നും വിരമിക്കുന്ന തന്റെ പ്രിയപ്പെട്ട അധ്യാപകനായ PM ജാബിർ മാഷോടുള്ള ഇഷ്ടം കൊണ്ടാണ് തന്റെ സ്വപ്നഭവനം സമർപ്പിക്കുന്നതെന്ന് മുഹമ്മദ് ജാസിം പറഞ്ഞു. ജാബിർ മാഷ് പിരിഞ്ഞു പോയപ്പോ എനിക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർമ്മക്കായിട്ട് ഇതുകൊണ്ട് വെച്ച് ഫസ്റ്റ് ഒരു നോട്ടീസ് കിട്ടിയപ്പോൾ ഒരു വീടിന്റെ ചിത്രം കിട്ടി. അപ്പൊ എനിക്കൊരു ഐഡിയ തോന്നി ഇങ്ങനത്തെ ഒരു വീട് ഉണ്ടാക്കാം. ജാബിർ മാഷ് സ്കൂളിൽ ഒരു നോട്ടീസ് കിട്ടി. അപ്പൊ അതിൽ നിന്ന് വെട്ടിയെടുത്തിട്ട് ഒട്ടിച്ച് സ്കൂളിൽ കിടക്ക് കൊണ്ടുപോകാൻ ഇതുകൊണ്ടായ ജാബിർ മാഷിന് ഒരു ഇതല്ലേ, അതുകൊണ്ട് ജാബിർ മാഷിനെ വെട്ടിയെടുത്തൊട്ടിച്ച് അങ്ങനെയൊക്കെ വീട്. വല്ലുമ്മയെക്കൊണ്ട് നാടമുറിപ്പിച്ച് ഭവനം തുറന്നുകൊടുത്തത് കൊച്ചു മനസ്സിന്റെ നിഷ്കളങ്കതയെയാണ് സൂചിപ്പിക്കുന്നതെന്ന് മാതാപിതാക്കൾ അഭിപ്രായപ്പെട്ടു. പാടൂർ അലീമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായ പാടൂർ പണിക്ക വീട്ടിൽ പയ്യാക്കൽ മോസിൻ ജസീല ദമ്പതികളുടെ മകനാണ് ഈ കൊച്ചുമിടുക്കൻ. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ അനീദ ഞായർ ആചരിച്ചു. ഞായറാഴ്ച രാവിലെ കുർബാനയ്ക്ക് ശേഷം പള്ളിക്കകത്ത് പ്രത്യേകം തയ്യാറാക്കിയ പ്രതീകാത്മക ഖബറിൽ വികാരി ഫാദർ ബിജു മുങ്ങാങ്കുന്നേൽ പ്രത്യേക പ്രാർത്ഥന നടത്തി. വിശ്വാസികൾ സെമിത്തേരിയിൽ പോയി മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും കല്ലറയിൽ പോയി പ്രാർത്ഥന നടത്തി. നൂറുകണക്കിന് വിശ്വാസികൾ അനീദ ആചരണത്തിൽ പങ്കെടുത്തു. നേർച്ച വിതരണവുമുണ്ടായി. വികാരി ഫാദർ ബിജു മുങ്ങാങ്കുന്നേൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. സഭാതർക്കം നിലനിൽക്കുന്ന ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് ദേവാലയത്തിലെ അഗ്നിബാധ പാലക്കാട് ജില്ലാ കളക്ടർക്ക് പരാതിയുമായി വികാരി. മറുവിഭാഗം സെമിത്തേരിയിൽ കയറി മെഴുകുതിരിയും മറ്റും കത്തിച്ച് വെച്ചതിനാലാണ് തീപിടുത്തമുണ്ടായതെന്ന് പരാതിയിൽ പറയുന്നു. കുന്നംകുളത്ത് നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചതെന്നും ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പോലീസ് സംരക്ഷണമുള്ള പള്ളിയിൽ നടന്ന അഗ്നിബാധ സംബന്ധിച്ച് അന്വേഷിച്ച് സത്വര നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് ഓർത്തഡോക്സ് പള്ളി വികാരി ഫാദർ മാത്യു ജേക്കബ് പുതുശ്ശേരി രേഖാമൂലം പാലക്കാട് കളക്ടർ, ഒറ്റപ്പാലം സബ് കളക്ടർ, ഷൊർണൂർ DYSP, ചാലിശ്ശേരി SHO എന്നിവർക്ക് നൽകിയ പരാതിയിൽ ആവശ്യപ്പെടുന്നത്. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളിയിൽ അനീദ ഞായർ ആചരിച്ചു. സെന്റ് ജോർജ് സെമിത്തേരി ചാപ്പലിൽ രാവിലെ വികാരി ഫാദർ ബേസിൽ കൊല്ലാർ മാലിയുടെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയും തുടർന്ന് സെമിത്തേരിയിലെ കുരിശടിയിൽ ഇടവകയിൽ നിന്നും മരിച്ചുപോയവർക്കു വേണ്ടി പ്രത്യേക പ്രാർത്ഥനയും എല്ലാ കല്ലറകളിലും വെള്ളം തെളിക്കലും നടത്തി. തുടർന്ന് നേർച്ച വിളമ്പലുണ്ടായി. കൈക്കാരൻ സോജൻ KJ, സെക്രട്ടറി അരുൺ രാജൻ T, ജോയിന്റ് സെക്രട്ടറി ജിജോ ജോർജ് K എന്നിവരടങ്ങിയ മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. എന്റെ മഹല്ല് എന്റെ ഉത്തരവാദിത്വം എന്ന ശീർഷകത്തിൽ കേച്ചേരി ആയമുക്ക് മഹല്ലിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. മസ്ജിദ് അങ്കണത്തിൽ നടന്ന സംഗമം മഹല്ല് ഖത്തീബ് T അബ്ദുൽ ഖാദർ സഖാഫി ഉദ്ഘാടനം ചെയ്തു. മഹല്ല് പ്രസിഡന്റ് RM നൌഷാദ് ഹാജി അധ്യക്ഷനായി. CP കമാലുദ്ദീൻ ഹാജി, മഹല്ല് സെക്രട്ടറി MM റഷീദ് എന്നിവർ സംസാരിച്ചു. രാവിലെ 9-ന് പതാക ഉയർത്തിയതോടെ തുടങ്ങിയ കുടുംബസംഗമത്തിന്റെ ഭാഗമായി ഖുർആൻ പാരായണം, മജ്ലിസ് നൂർ, ദുആ മജ്ലിസും നടന്നു. ഹാപ്പി ഫാമിലി ഹെൽത്തി ഫാമിലി എന്ന വിഷയത്തിൽ നടന്ന മോട്ടിവേഷൻ ക്ലാസ് ട്രെയിനറായ മരതയൂർ അബ്ദുറഹ്മാൻ മാസ്റ്റർ നയിച്ചു. ഉച്ചയ്ക്ക് 12:45-ന് നിസ്കാരത്തെ തുടർന്ന് ഉച്ചഭക്ഷണ വിതരണമുണ്ടായി. ഉച്ചയ്ക്ക് 2-ന് നടന്ന സെഷന്റെ ഉദ്ഘാടനം സമസ്ത കേരള ജംഇയ്യത്തുൽ മുവല്ലിം ജില്ലാ പ്രസിഡന്റ് മൊയ്തീൻകുട്ടി മുസ്ലിയാർ നിർവഹിച്ചു. RS അബ്ദുൽ കരീം ഹാജി, VC മുത്തു എന്നിവർ സംസാരിച്ചു. കുടുംബസമേതം സ്വർഗത്തിലേക്ക് എന്ന വിഷയത്തിലുള്ള പ്രഭാഷണത്തിന് ജംഇയ്യത്തുൽ ഖുത്തുബ സംസ്ഥാന സെക്രട്ടറി ചേകന്നൂർ മുഹമ്മദ് സാലിഹ് അൻവരി,
നേതൃത്വം നൽകി. പയ്യൂർക്കാവ് ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം തിങ്കളാഴ്ച ആഘോഷിക്കും. പുലർച്ചെ 5 മണിക്ക് നിർമ്മാല്യ ദർശനത്തെ തുടർന്ന് ക്ഷേത്രം ശാന്തി രാജൻ തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ പയ്യൂർക്കാവ് ദേവസ്വത്തിന്റെ പൂരം എഴുന്നള്ളിപ്പിന് തുടക്കമാകും. കൊമ്പൻ എഴുത്തുപുരയ്ക്കൽ ദേവിപ്രസാദ് തിടമ്പേറ്റും തുടർന്ന് ഗംഭീര തായമ്പകയും ഉണ്ടാകും. ഉച്ചയ്ക്ക് 2 മണി മുതൽ പ്രാദേശിക കമ്മിറ്റികളുടെ എഴുന്നള്ളിപ്പുകൾ ആരംഭിച്ച് വൈകിട്ടോടെ ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിച്ചേരും. വർണ്ണക്കാവടികളും തെയ്യവും പൂരാഘോഷത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിലെത്തി സമാപിച്ച ശേഷം മുണ്ടത്തിക്കോട് രാഗദീപം ബാൻഡ് സംഘവും കരിയന്നൂരിന്റെ നാദസ്വര ടീമും ചേർന്ന് മേളപ്രേമികൾക്കായി മേള വിസ്മയമൊരുക്കുന്ന ഫ്യൂഷൻ സംഗീത വിരുന്ന് അരങ്ങേറും. തുടർന്ന് ഗാനമേളയും ഉണ്ടാകും. കടവല്ലൂർ പഞ്ചായത്തിലെ 14-ാം വാർഡ് അംബേദ്കർ റോഡ് അറ്റകുറ്റപ്പണി നടത്താത്തതിൽ പ്രതിഷേധിച്ച് വെൽഫെയർ പാർട്ടി പെരുമ്പിലാവ് യൂണിറ്റ് 2ാം ഘട്ട സമരം ആരംഭിച്ചു. മാസങ്ങൾക്ക് മുമ്പ് ജലനിധി പദ്ധതിക്കായി പൊളിച്ച റോഡ് നന്നാക്കണമെന്ന ആവശ്യവുമായി വെൽഫെയർ പാർട്ടി ജനകീയ പ്രതിഷേധം നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് റോഡ് പണിക്കായി തുക അനുവദിച്ചിട്ടും ഇതുവരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താത്തതിനാലാണ് വീണ്ടും പ്രതിഷേധവുമായി പാർട്ടി രംഗത്തെത്തിയത്. അംബേദ്കർ നഗറിൽ നടന്ന പ്രതിഷേധം യൂണിറ്റ് പ്രസിഡന്റ് MN സലാഹുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് സെക്രട്ടറി നിഷാദ് അധ്യക്ഷത വഹിച്ചു. ട്രഷറർ മൊയ്തീൻ ബാവ, മുജീബ് പട്ടേൽ, ഷെഫീർ മുഹമ്മദ്, അബ്ദുൽ ഫത്താഹ് എന്നിവർ സംസാരിച്ചു. റോഡ് നന്നാക്കുന്നതുവരെ സമരം തുടരുമെന്നും പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്നും വെൽഫെയർ പാർട്ടി നേതാക്കൾ അറിയിച്ചു. കേച്ചേരി പീപ്പിൾസ് സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ 21-ാം വാർഷികവും ഡോക്ടർ MM ഹനീഫ അനുസ്മരണവും സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും സംഘടിപ്പിച്ചു. കേച്ചേരി ജ്ഞാനപ്രകാശിനി UP സ്കൂൾ ഹാളിൽ നടന്ന വാർഷികാഘോഷം ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ ഉദ്ഘാടനം ചെയ്തു. പീപ്പിൾസ് സൊസൈറ്റി പ്രസിഡന്റ് നസീർ കേച്ചേരി അധ്യക്ഷനായി. പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് CV കുര്യാക്കോസ് മാതാപിതാക്കളെ ആദരിച്ചു. ജനശ്രീ സുസ്ഥിര മിഷൻ ജില്ലാ സെക്രട്ടറി AT ജോസ് വാഴത്തൈ വിതരണവും ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് അംഗം ആന്റോ പോൾ അരി വിതരണവും നടത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കേച്ചേരി യൂണിറ്റ് പ്രസിഡന്റ് PK ജെയിംസ്, ഡോക്ടർ MH അൽത്താഫ്, പീപ്പിൾസ് സൊസൈറ്റി സെക്രട്ടറി RV അബ്ദുൾ മാലിക്, ട്രഷറർ സീതാകുമാരൻ, ഭരണസമിതി അംഗങ്ങളായ സജ്ജന സലാം, പത്മജ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ജീവകാരുണ്യ രംഗത്ത് 2 പതിറ്റാണ്ട് പിന്നിട്ട പീപ്പിൾസ് സോഷ്യൽ സർവീസ് സൊസൈറ്റി പാലക്കാട് അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയുമായി സഹകരിച്ചാണ് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ചണ്ഡീഗഡിൽ വെച്ച് നടക്കുന്ന CPI 25-ാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായി തൃശൂർ ജില്ലയിലെ ആദ്യ ലോക്കൽ സമ്മേളനം ശനി ഞായർ ദിവസങ്ങളിലായി കടവല്ലൂരിൽ നടന്നു. പൊതുസമ്മേളനം സംസ്ഥാന കൗൺസിൽ അംഗം VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഭാരതീയരായ നാം ഒന്നാണ്. അതിനുവേണ്ടിയാണ് നാം നമ്മുടെ രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യത്തിൽ പങ്കെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം നാം നേടിയെടുത്തത് ഇവിടെ ഒരു മതാധിഷ്ഠിത രാഷ്ട്രം സ്ഥാപിക്കാനല്ല എന്ന നിലപാടാണ് മഹാത്മാഗാന്ധിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും അന്നത്തെ ദേശീയ നേതാക്കന്മാരും ശക്തമായി നിലപാടെടുത്തത്. ലോക്കൽ സെക്രട്ടറി KM മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കൗൺസിൽ അംഗം KP സന്ദീപ്, മണ്ഡലം സെക്രട്ടറി KT ഷാജൻ, ജില്ലാ കൗൺസിൽ അംഗം പ്രേംരാജ് ചൂണ്ടലാത്ത്, OK ശശി, PK രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കടവല്ലൂർ വടക്ക് ബ്രാഞ്ച് സെക്രട്ടറി PK പ്രകാശൻ സ്വാഗതവും കടവല്ലൂർ ഈസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറി TN പുഷ്പരാജൻ നന്ദിയും പറഞ്ഞു. സമ്മേളനത്തിന്റെ 2ാം ദിവസമായ ഞായറാഴ്ച നടന്ന പ്രതിനിധി സമ്മേളനം ഉണ്ണിരാജ നഗർ കടവല്ലൂർ NSS ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ CPI കൺട്രോൾ കമ്മീഷൻ അംഗം VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ഉണ്ണിക്കുട്ടൻ, പ്രബിര സതീഷ് കുമാർ എന്നിവരടങ്ങുന്ന പ്രസീഡിയം സമ്മേളനം നിയന്ത്രിച്ചു. ലോക്കൽ സെക്രട്ടറി KM മണികണ്ഠൻ പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. സംസ്ഥാന കൗൺസിൽ അംഗം KP സന്ദീപ്, മണ്ഡലം സെക്രട്ടറി KT ഷാജൻ, ജില്ലാ കൗൺസിൽ അംഗം പ്രേംരാജ് ചൂണ്ടലാത്ത്, OK ശശി എന്നിവർ സംസാരിച്ചു. സമ്മേളനം 9-അംഗ ലോക്കൽ കമ്മിറ്റിയെയും സെക്രട്ടറിയായി KM മണികണ്ഠനെയും തെരഞ്ഞെടുത്തു. വടക്കേക്കാട് റേഞ്ച് പരിധിയിലെ മദ്രസ ഉസ്താദുമാർക്ക് റമളാൻ കിറ്റ്, വസ്ത്രവിതരണങ്ങളും ദുആ സംഗമവും സംഘടിപ്പിച്ചു. തൊഴിയൂർ ഉസ്താദ് മക്കാം സിയാറത്തോടെ തുടക്കം കുറിച്ച ചടങ്ങിൽ ഹസൻ ഫൈസി അധ്യക്ഷത വഹിച്ചു. കുഴിങ്ങര മദ്രസയിൽ നടന്ന ചടങ്ങിൽ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് മുഫ്തീസ് അബ്ദുൾ റസാഖ് ഫൈസി ഉദ്ഘാടനം നിർവഹിച്ച് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. മാനേജ്മെന്റ് സെക്രട്ടറി അബ്ദുൽ ഗഫൂർ അറക്കൽ, കുഴിങ്ങര മഹല്ല് ഖത്തീബ് ഇസ്മായിൽ ഫൈസി, മഹല്ല് സെക്രട്ടറി അബ്ദുൽ കലാം ഹാജി, പ്രസിഡന്റ് പോക്കുട്ടി സാഹിബ് എന്നിവർ സംസാരിച്ചു. വിവിധ മദ്രസകളിലെ അധ്യാപകരും മാനേജ്മെന്റ് ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുത്തു. റേഞ്ച് ജനറൽ സെക്രട്ടറി നവാസ് റഹ്മാനി സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ഷാക്കിർ ഫൈസി നന്ദിയും പറഞ്ഞു.
ചമ്മന്നൂർ നൂറുൽ ഹുദ ഹയർ സെക്കൻഡറി മദ്രസയിൽ എല്ലാ വർഷവും നടത്തിവരാറുള്ള പറവകൾക്ക് കുടിനീർ പദ്ധതിയുടെ ഉദ്ഘാടനം മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് അറക്കൽ അബ്ദുൽ ഗഫൂർ നിർവഹിച്ചു. മഹല്ല് ഖത്തീബ് അലി ദാരിമി, കമ്മിറ്റി ഭാരവാഹികൾ, മെമ്പർമാർ, ഉസ്താദുമാർ, മദ്രസ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ നന്മയാർന്ന മാതൃകാ പ്രവർത്തനം. വടക്കേക്കാട് തിരുവളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ 87 SSLC ബാച്ച് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സഹപാഠിക്ക് ഒരു സ്വപ്നവീട് എന്ന പദ്ധതിയുടെ ഭാഗമായി നിർമ്മാണം പൂർത്തിയാക്കിയ വീടിന്റെ താക്കോൽ കൈമാറ്റം നടത്തി. ഞായറാഴ്ച കാലത്ത് 11 മണിക്ക് തിരുവളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങ് വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ ഉദ്ഘാടനം ചെയ്തു. ഗ്രൂപ്പ് പ്രസിഡന്റ് ശശി സൗപർണികയുടെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ, വടക്കേക്കാട് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷയും വാർഡ് മെമ്പറുമായ രുക്മിയ സുധീർ, ശ്രീധരൻ മാക്കാലിക്കൽ, ചാവക്കാട് ബ്ലോക്ക് ഡിവിഷൻ മെമ്പറും സ്കൂൾ PTA പ്രസിഡന്റുമായ ബിജു പള്ളിക്കര, സ്കൂൾ പ്രധാനാധ്യാപിക ജിഷ തുടങ്ങിയവർ സംസാരിച്ചു. ഭവന നിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ച വിശ്വംഭരനെ ചടങ്ങിൽ 87 ബാച്ച് ഗണിതാധ്യാപിക കമല ടീച്ചർ ആദരിച്ചു. ഗ്രൂപ്പ് സെക്രട്ടറി സുരേഷ് ആലുക്കൽ സ്വാഗതവും റോയി പാലത്തിങ്കൽ നന്ദിയും പറഞ്ഞു. പ്രവാസി കോർഡിനേറ്റർ ഷാജഹാന്റെ നേതൃത്വത്തിൽ ഗ്രൂപ്പ് അംഗങ്ങൾ ചേർന്നാണ് താക്കോൽ കൈമാറ്റം നടത്തിയത്. 4 മാസങ്ങൾക്ക് മുമ്പ് ഗ്രൂപ്പ് പ്രവാസി കോർഡിനേറ്റർ അമീറിന്റെ ആശയത്തിലാണ് സഹപാഠിക്ക് ഒരു സ്വപ്നവീട് എന്ന പദ്ധതി ആവിഷ്കരിച്ചത്. പ്രവാസി സുഹൃത്തുക്കളുടെ പ്രധാന പങ്കാളിത്തത്തോടുകൂടിയാണ് ഗ്രൂപ്പിലെ ജയയ്ക്കുവേണ്ടി സ്വപ്നഭവനം ഒരുക്കിയത്. ഇവരുടെ തറവാട് വീടിന് സമീപത്തെ 3.5 സെന്റ് സ്ഥലത്ത് 320 സ്ക്വയർ ഫീറ്റിൽ 5.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഭവനം യാഥാർത്ഥ്യമാക്കിയത്. ആവശ്യമായ എല്ലാ വീട്ടുപകരണങ്ങളും കൂട്ടായ്മ നൽകി. 87 ബാച്ച് അധ്യാപകരായ സത്യഭാമ, സാവിത്രി, സതി, സുധ, ഗ്രൂപ്പ് ഭാരവാഹികളായ NV അബ്ദുൾ മൻസൂർ, KM രാധാകൃഷ്ണൻ, VK സിദ്ദിഖ് തുടങ്ങി ഗ്രൂപ്പ് മെമ്പർമാരും ഗ്രൂപ്പ് വനിതാ വിംഗ് അംഗങ്ങളും പങ്കെടുത്തു. നിർധനരായ ഭവനരഹിതർക്ക് തൃശൂർ ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റ് നിർമ്മിച്ച് നൽകുന്ന ആദ്യത്തെ വീടിന്റെ താക്കോൽദാന ചടങ്ങ് ചേലക്കര MLA UR പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. വരവൂർ, തളി, പിലാക്കാട്, ചിറപ്പറമ്പിൽ സിദ്ദിഖ്, റംല ദമ്പതികൾക്കാണ് വീട് നിർമ്മിച്ച് നൽകിയത്. ട്രസ്റ്റ് പ്രസിഡന്റ് KJ തോമസ് ചടങ്ങിന് അധ്യക്ഷനായി. വരവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത, ട്രസ്റ്റ് സെക്രട്ടറി KK ഹക്കീം, പഞ്ചായത്ത് അംഗം വീരചന്ദ്രൻ, അജിത് കുമാർ മല്ലയ്യ, ശങ്കരൻകുട്ടി, കാടാമ്പുഴ മോഹനൻ, ശ്രീജ പുൽപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു. 1.5 വർഷമായി ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നിത്യരോഗികൾക്ക് മരുന്നുകളും വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും നൽകി വരുന്നുണ്ട്. ആ വീട്ടിൽ താമസിക്കുന്ന അവരുടെ കുടുംബത്തിന് സന്തോഷവും അതുപോലെ തന്നെ ഇനിയും കൂടുതൽ ആരോഗ്യം എല്ലാം ഉണ്ടാവട്ടെ എന്നുകൂടിയാണ് എനിക്കിവിടെ കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട ഹ്യൂമാനിറ്റി ട്രസ്റ്റ് ആ ഭാരവാഹികളെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ അംഗങ്ങളെക്കുറിച്ചെല്ലാം ഇവിടെ പറഞ്ഞു. നമുക്ക് അപൂർവമാവും ചിലപ്പോൾ അത്തരത്തിലുള്ളവരെ ആളുകളുടെ ഒരു കൂട്ടായ്മയോട് കൂടി ഞങ്ങളുടെ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് അതിന്ന് ട്രസ്റ്റിലേക്ക് മാറ്റിവെച്ച് അതിന്നൊരു പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഓരോരുത്തരും ഇന്ന് അവരവരുടെ കാര്യത്തിന് വേണ്ടി ഓടി നടന്ന്. ചെറുവത്താണി നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് തിങ്കളാഴ്ച കൊടിയേറും. മാർച്ച് 1 വരെ ഉത്സവ ചടങ്ങുകളും ആഘോഷങ്ങളും നീണ്ടുനിൽക്കും. ഉത്സവത്തിന്റെ ഭാഗമായുള്ള പ്രാസാദ ശുദ്ധി കർമ്മങ്ങൾ, കലശപൂജകൾ, അഭിഷേകങ്ങൾ എന്നിവ ശനി, ഞായർ ദിവസങ്ങളിലായി നടന്നു. ക്ഷേത്രം തന്ത്രി മഠത്തിൽ മുണ്ടയൂർ ദിവാകരൻ നമ്പൂതിരി, അഗ്നിശർമ്മൻ നമ്പൂതിരി, മേൽശാന്തി പിള്ളനേഴി പ്രസാദ് നമ്പൂതിരി എന്നിവർ കാർമ്മികരായി. നിറമാല, തായമ്പക എന്നിവയും ഉണ്ടായി. M. കൃഷ്ണൻകുട്ടി സ്മാരക പുരസ്കാര ജേതാവായ കലാമണ്ഡലം ഡോക്ടർ രജിത രവിയെ കുന്നംകുളം ബ്യൂറോ ഓഫ് ആർട്സ് റിക്രിയേഷൻ ആദരിച്ചു. കുന്നംകുളം മുനിസിപ്പൽ ടൗൺ ഹാളിൽ തിരുവനന്തപുരം നവോദയയുടെ കലുങ്ക് നാടകാവതരണ പരിപാടിയിലാണ് ആദരമൊരുക്കിയത്. സെക്രട്ടറി CK രവി, പ്രസിഡന്റ് മാത്യു ചെമ്മണ്ണൂർ, ജോയിന്റ് സെക്രട്ടറി MK ബാലകൃഷ്ണൻ, ട്രഷറർ പോൾസൺ, വൈസ് പ്രസിഡന്റ് നാരായണൻ നമ്പൂതിരി, KV അശോകൻ എന്നിവർ ചേർന്ന് ഡോക്ടർ രജിതയെ പൊന്നാട ചാർത്തി ആദരിച്ചു. ബ്യൂറോ ഓഫ് ആർട്സ് ആൻഡ് റിക്രിയേഷന്റെ 611ാമത് പ്രോഗ്രാമിനിടെയായിരുന്നു ആദരം. പ്രദീപ് കുമാർ കാവുന്തറ രചന നിർവഹിച്ച് മനോജ് നാരായണൻ സംവിധാനം ചെയ്ത നാടകമായ കലുങ്ക് നിരൂപക ശ്രദ്ധ നേടിയിരുന്നു. അണ്ടത്തോട് തക്വ ഇംഗ്ലീഷ് ഹൈസ്കൂളിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ലോക പരിചിന്തന ദിനത്തോടനുബന്ധിച്ച് തക്വ റെസിഡൻഷ്യൽ ഇംഗ്ലീഷ് ഹൈസ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂളിലെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് യൂണിറ്റും തൃശൂർ ജില്ലാ ആശുപത്രിയും സംയുക്തമായാണ് സ്കൂളിൽ വെച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. തക്വ അഡ്മിനിസ്ട്രേറ്റർ അഷ്റഫ് മണ്ണഞ്ചേരി, സ്കൂൾ പ്രിൻസിപ്പാൾ PA അബ്ദുൽ ഖാദർ എന്നിവരുടെ നേതൃത്വത്തിൽ സ്കൂളിലെ സ്കൗട്ട് ഓഫീസർ ബ്രില്യൻ വർഗീസ്,
ഗൈഡ്സ് ക്യാപ്റ്റൻ റഹീന ഫൈസൽ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. സ്കൂൾ മാനേജ്മെന്റ് അംഗങ്ങൾ, ഹൈസ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ KH മുഹമ്മദ് സലീം, വൈസ് പ്രിൻസിപ്പാൾ ഷൈനി, PTA പ്രസിഡന്റ് താഹിർ, രക്ഷിതാക്കൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ ജില്ലാ ഹോസ്പിറ്റൽ ഡോക്ടർ ശില്പ സമർപ്പിച്ച സർട്ടിഫിക്കറ്റ് ഗൈഡ്സ് ക്യാപ്റ്റൻ റഹീന ടീച്ചർ ഏറ്റുവാങ്ങി. വടുതല ഗവൺമെന്റ് UP സ്കൂളിന്റെ 105-ാം വാർഷികാഘോഷവും സ്റ്റാർസ് വർണ്ണക്കൂടാരം, അഡീഷണൽ ക്ലാസ് മുറി, ബോയ്സ് ടോയ്ലറ്റ് എന്നിവയുടെ ഉദ്ഘാടനവും നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ നിർവഹിച്ചു. PTA പ്രസിഡന്റ് KM നിഹാസ് അധ്യക്ഷത വഹിച്ചു. സിനിമാ താരം VK ശ്രീരാമൻ മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ഡോക്ടർ NJ ബിനോയ് സ്റ്റാർസ് പദ്ധതി വിശദീകരണം നടത്തി. കൗൺസിലർമാരായ ഷക്കീന മിൽസ, സുജീഷ് AS, BPC അനീഷ് ലോറൻസ്, SMC ചെയർമാൻ NA ഷനോഫ്, MPTA പ്രസിഡന്റ് ആഷിഫ ഷനോഫ്, OSA സെക്രട്ടറി കലാഭവൻ ബാദുഷ, സ്കൂൾ ലീഡർ ഫാത്തിമ സൈ എന്നിവർ സംസാരിച്ചു. ഹെഡ്മിസ്ട്രസ് രേഖ KV സ്വാഗതവും SRG കൺവീനർ ആശ ജിഷി നന്ദിയും പറഞ്ഞു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ടാണശ്ശേരി യൂണിറ്റ് സമ്മേളനം നമ്പഴിക്കട് പുരോഗമന കലാവേദി വായനശാല ഹാളിൽ നടന്നു. MR വർഗീസിന്റെ പരിഷത്ത് ഗാനത്തോടെ ആരംഭിച്ച യോഗത്തിൽ യൂണിറ്റ് സെക്രട്ടറി PR സത്യപാലൻ പ്രവർത്തന റിപ്പോർട്ടും സംസ്ഥാന നിർവാഹക സമിതി അംഗം V മനോജ് കുമാർ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. തുടർന്ന് പൊതുചർച്ച നടന്നു. സമ്മേളനം യൂണിറ്റ് ഭാരവാഹികളായി അഡ്വക്കേറ്റ് സിന്ധു ഷാജു പ്രസിഡന്റ്, MR വർഗീസ് വൈസ് പ്രസിഡന്റ്, PR സത്യപാലൻ സെക്രട്ടറി, AK സതീഷ് കുമാർ എന്നിവരെ തെരഞ്ഞെടുത്തു. കടവല്ലൂർ കല്ലുംപുറം സിറാജുൽ ഉലൂം ഇംഗ്ലീഷ് സ്കൂളിന്റെ 18ാമത് വാർഷികാഘോഷം സിംഫണി 2025 പിന്നണി ഗായകനും കോമഡി ഉത്സവം ഫെയിമുമായ ചാർലി ബെറൈൻ ഉദ്ഘാടനം ചെയ്തു. അഡ്മിനിസ്ട്രേറ്റീവ് കോർഡിനേറ്റർ അബ്ദുൽ നാസർ അധ്യക്ഷനായി. സ്റ്റാഫ് സെക്രട്ടറി ഗീത മോഹൻദാസ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. PTA പ്രസിഡന്റ് അനിൽ K. ജോസ്, വൈസ് പ്രസിഡന്റ് സിനിത് P. ബാലകൃഷ്ണൻ, സ്കൂൾ ലീഡർ ഫസ്ന എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വിവിധ വിഭാഗങ്ങളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി അനുമോദിച്ചു. ഉദ്ഘാടകനായ ചാർലി ബെറിനെ പ്രിൻസിപ്പാൾ ലിനി ഷിബു ഉപഹാരം നൽകി അനുമോദിച്ചു. പ്രിൻസിപ്പാൾ സ്വാഗതവും ബിൻസി സാംസൺ നന്ദിയും പറഞ്ഞു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. അഡ്മിനിസ്ട്രേറ്റീവ് കോർഡിനേറ്റർ അബ്ദുൽ നാസർ, പ്രിൻസിപ്പാൾ ലിനി ഷിബു, PTA പ്രസിഡന്റ് അനിൽ K. ജോസ്, HOD സിമി അനിൽ, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, അധ്യാപകർ, രക്ഷിതാക്കൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. പെങ്ങാമുക്ക് ഷട്ടിൽ ഫ്രണ്ട്സ് നേതൃത്വത്തിൽ കാട്ടകാമ്പാൽ പഞ്ചായത്തിലെ കളിക്കാർക്കു വേണ്ടി നടത്തിയ ഇൻഡോർ ഡബിൾസ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഷംസുദ്ദീൻ സൗരവ് സഖ്യം ജേതാക്കളായി. റെജിൻ ടിറ്റു സഖ്യം രണ്ടാമതെത്തി. പഞ്ചായത്ത് അംഗം MA അബ്ദുൾ റഷീദ് ഉദ്ഘാടനം ചെയ്തു. പെങ്ങാമുക്ക് ഹൈസ്കൂളിന് സമീപം ലക്ഷം വീട് ആർദ്രം ഹൗസിംഗ് കോളനിയിലുള്ള ഷട്ടിൽ ഫ്രണ്ട്സ് സിന്തറ്റിക് ഇൻഡോർ കോർട്ടിൽ നടന്ന മത്സരങ്ങളിലെ വിജയികൾക്ക് 5001 രൂപയുടെ ക്യാഷ് പ്രൈസും ട്രോഫിയും, റണ്ണേഴ്സപ്പിന് 3001 രൂപയുടെ ക്യാഷ് പ്രൈസും ട്രോഫിയും സമ്മാനിച്ചു. ഷട്ടിൽ ഫ്രണ്ട്സ് ഭാരവാഹികളായ ബിജു C. ജോബ്, CS സജി, മാത്തു കുഞ്ഞൻ പുലിക്കോട്ടിൽ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സജീവ് പുലിക്കോട്ടിൽ, അബ്ദുൾ റഹീം, KC ജോജു തുടങ്ങിയവർ നേതൃത്വം നൽകി. ഫെബ്രുവരി 25-ന് CPIM സംഘടിപ്പിക്കുന്ന BSNL ഓഫീസ് ഉപരോധത്തിന്റെ പ്രചരണാർത്ഥം കുന്നംകുളം ഏരിയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കാൽനട പ്രചരണ ജാഥ സമാപിച്ചു. ജാഥയുടെ 3ാം ദിവസമായ ശനിയാഴ്ച കിഴൂരിൽ നിന്നാരംഭിച്ച് മങ്ങാട്, ചിറക്കൽ, പഴഞ്ഞി, കരിക്കാട് എന്നിവിടങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി കല്ലുംപുറത്ത് സമാപിച്ചു. സമാപന സമ്മേളനം CPM സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ അധ്യക്ഷനായി. ജാഥ ക്യാപ്റ്റൻ CPM ഏരിയ സെക്രട്ടറി K. കൊച്ചനിയൻ, വൈസ് ക്യാപ്റ്റൻ ഉഷ പ്രഭുകുമാർ, മാനേജർ MN സത്യൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. CPM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച കാൽനട പ്രചരണ ജാഥയ്ക്ക് പന്നിത്തടത്ത് സ്വീകരണം നൽകി. CPIM തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗവും വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറിയുമായ ഡോക്ടർ KD ബാഹുലയൻ മാസ്റ്റർ, ക്യാപ്റ്റൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ മേരി തോമസ്, വൈസ് ക്യാപ്റ്റൻ, PN സുരേന്ദ്രൻ, മാനേജർ എന്നിവർ ആണ് ജാഥ നയിക്കുന്നത്. പന്നിത്തടം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഫ്രാൻസിസ് കൊളന്നൂർ, ലോക്കൽ കമ്മിറ്റി അംഗം V. ശങ്കരനാരായണൻ എന്നിവർ ചേർന്ന് ജാഥ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും പൊന്നാട അണിയിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗം KK മാണി അധ്യക്ഷത വഹിച്ച പൊതുയോഗത്തിൽ CPM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MG ബിനോയ്, KM അഷ്റഫ്,
പന്നിത്തടം ലോക്കൽ കമ്മിറ്റി അംഗം വി ശങ്കരനാരായണൻ, കെ ഡി ബാഹുലയൻ എന്നിവർ സംസാരിച്ചു. വിപണി. സ്റ്റേറ്റ്മെന്റ് മേക്കിംഗ് റണ്ണിംഗ് മെറ്റീരിയൽസിന്റെ മഹാകളക്ഷനുമായി ക്വീൻ ഡിസൈനോ കുന്നംകുളത്ത് പ്രവർത്തനം ആരംഭിച്ചു. കുന്നംകുളം ഗുരുവായൂർ റോഡിൽ അലൈഡ്സ് ബിൽഡിംഗ്സിലാണ് ക്വീൻ ഡിസൈനോ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ആദ്യ വിൽപ്പന നടത്തി. ചടങ്ങിൽ MLA AC മൊയ്തീൻ, മുൻ മന്ത്രി VS സുനിൽകുമാർ, സിനിമാ താരങ്ങളായ മിയ ജോർജ്, സുനിൽ സുഗത എന്നിവർ മുഖ്യാതിഥികളായി. രാഷ്ട്രീയ സാമൂഹിക വ്യാപാര രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യമുണ്ടായ ചടങ്ങിൽ സ്ഥാപന ഉടമകളായ PM നിയാസ്, T ജാസിർ, ഷെബീബ് ബാബു, ഷബീർ അഹമ്മദ്, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, അഭ്യുദയകാംക്ഷികൾ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. വൈവിധ്യങ്ങളായ റണ്ണിംഗ് മെറ്റീരിയൽസിന്റെയും വിപുലമായ ശേഖരമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. മനം കവരുന്ന നിറങ്ങൾ, രാജകീയ ഡിസൈനുകൾ, ശ്രേഷ്ഠമായ തുണിത്തരങ്ങൾ. രാജ്യത്തിന്റെ പല കോണിൽ നിന്നും ശ്രദ്ധയോടെ തിരഞ്ഞെടുത്ത റണ്ണിംഗ് മെറ്റീരിയൽസിലാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് അനുയോജ്യമായ ലെഹങ്ക, ചുരിദാർ, സാരി, ബ്ലൗസ്, കുർത്ത, മറ്റു വസ്ത്രങ്ങൾ എന്നിവയെല്ലാം തയ്യാറാക്കാനായി അനുയോജ്യമായ തുണിത്തരങ്ങൾ യഥേഷ്ടം ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കാം. പ്രൗഢിയും പ്രതാപവും നൽകുന്ന ഓരോ തുണിത്തരങ്ങളും ഉപഭോക്താക്കളുടെ മനം കവരും. ക്വീൻ ഡിസൈനോ, അലൈഡ്സ് ബിൽഡിംഗ്സ്, ഗുരുവായൂർ റോഡ്, കുന്നംകുളം. ഫോൺ 9946442434. ബ്ലാങ്ങാട് ഇരട്ടപ്പുഴ ഉദയ വായനശാലയുടെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിച്ചു. വായനശാല കെട്ടിടത്തിൽ നടന്ന ചടങ്ങ് ഗുരുവായൂർ ACP TS സിനോജ് ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് തൃച്ചി ബാബു അധ്യക്ഷത വഹിച്ചു. CI ഫർഷാദ് TP മുഖ്യാതിഥിയായി. സെബി വർഗീസ്, ലൈബ്രറി സ്റ്റേറ്റ് കമ്മിറ്റി അംഗം TB ശാലിനി, വാർഡ് മെമ്പർ പ്രസന്ന ചന്ദ്രൻ, ലൈബ്രറി ജില്ലാ കമ്മിറ്റി അംഗം MS പ്രകാശൻ, വൈസ് പ്രസിഡന്റ് സദി ഭായ് തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് എസ് കുന്നംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റായി KG പ്രിൻസിനെ തെരഞ്ഞെടുത്തു. യോഗം ജില്ലാ പ്രസിഡന്റ് CR വത്സൻ ഉദ്ഘാടനം ചെയ്തു. നെഗില ഉമർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് MP റഫീഖ് തങ്ങൾ, റജുല അയ്യൂബ്, സജി കുന്നംകുളം, മുഹമ്മദ് റിയാസ് തുടങ്ങിയവർ സംസാരിച്ചു. ചരമം. കുന്നംകുളം ആനായിക്കൽ ഏറത്ത് വാസു നിര്യാതനായി. 86 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മല്ലിക ഭാര്യയും സജി ശാലിനി എന്നിവർ മക്കളുമാണ്. തയ്യൂർ അമ്പക്കാട്ട് പരേതയായ മൂകാമിയമ്മ മകൾ ഉണ്ണിമായമ്മ നിര്യാതയായി. 85 വയസ്സായിരുന്നു. പരേതനായ മാധവൻ നായരാണ് ഭർത്താവ്. ഭാർഗവി രാമകൃഷ്ണൻ മകളാണ്. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. താളമേള ഗജസംഗമത്തിന്റെ ആവേശാരവത്തിൽ ആലുവായ് ചിറവരമ്പത്തുകാവ് പൂരം. പൂരപ്രേമികളുടെ കണ്ണും മനസ്സും നിറച്ച കൂട്ടിയെഴുന്നള്ളിപ്പിൽ തലയെടുപ്പുള്ള 46 ഗജവീരന്മാർ അണിനിരന്നു. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിലെ 11ാം വാർഡിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് തിങ്കളാഴ്ച. മാന്തോപ്പ് വാർഡിനെ പ്രതിനിധീകരിച്ചിരുന്ന CPIM അംഗവും
വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സണുമായ ബിന്ദുമോൾ രാജിവെച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ്. പ്രതീക്ഷയോടെ രാഷ്ട്രീയ പാർട്ടികൾ. തൃത്താല സെന്ററിൽ കാറും ബസ്സും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 1 വയസ്സുകാരന് ദാരുണാന്ത്യം. 7 പേർക്ക് പരിക്കേറ്റു. കാറിൽ യാത്ര ചെയ്യുകയായിരുന്ന കുടുംബത്തിലെ 1 വയസ്സുള്ള ഐസിനാണ് മരിച്ചത്. അപകട കാരണം കാർ ഡ്രൈവർ ഉറങ്ങിയതാണെന്ന് സൂചന. ചൊവ്വന്നൂർ പഞ്ചായത്ത് പഴുന്നാന ഐനൂർകുന്നിലെ മണ്ണെടുപ്പിനെതിരെ പ്രക്ഷോഭം ശക്തമാകുന്നു. കുന്നു സംരക്ഷണ സമിതി പ്രതിഷേധ റാലി നടത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.